ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ഹാപ്പിയാണ്, എല്ലാ മക്കളും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഡേയ്സ് ആയിട്ട് നമ്മൾ കണ്ടിട്ടല്ലേ. ഓക്കെ, എനിവേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓക്കെ ആയി, ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. ഇവിടെ നമ്മൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പാസേജ് തരും. ആ പാസേജിന് ബേസ് ചെയ്തിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. കോമൺ ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റാം. ഓക്കെ, അപ്പോൾ ആ പാസേജിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പാസേജ് നമ്മൾ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പാരഗ്രാഫ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് വായിക്കുക. സിമ്പിളായിട്ട് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ഈ പറയുന്ന സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് റഷ്യൻ റവല്യൂഷൻ എന്നുള്ള ടോപ്പിക് ആകുമ്പോൾ ദ്യൂമയായിരിക്കാം മേ ബി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒക്ടോബർ റവല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ ആയിരിക്കാം പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ പാസേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്ത് തന്നെയാണ്, ദ്യൂമ തന്നെയാണ്. ദ്യൂമയുടെ ഫോർമേഷനും അതുപോലെ തന്നെ അത് ഡിസ്പേഴ്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് പാസേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 25 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ദ്യൂമ സസ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പൊളിറ്റീഷ്യനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തുന്നുണ്ട്. 26-നും 27-നും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ബ്രെഡ് വേജ് ഇങ്ങനെയുള്ള ഡിമാൻഡൊക്കെ ആയിക്കൊണ്ട് ഈ ഡെമോൺസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാവൽഡറി എന്ത് ചെയ്യുന്നു, കാവൽഡറിയെ വിളിക്കുന്നു. കാവൽഡറി ആദ്യം ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ അവർ എന്ത് ചെയ്യുന്നു, എഗ്രി ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫൈനലി നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, പെട്രോഗ്രാഡിൽ വെച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ഒരു റവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ റവല്യൂഷൻ അറിയപ്പെടുന്നത് ഫെബ്രുവരി റവല്യൂഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാസേജിൽ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. വെൻ ഡിഡ് ദ ഗവൺമെൻറ് സസ്പെൻഡ് ദ്യൂമ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഗവൺമെൻറ് ദ്യൂമ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ലൈൻ തന്നെ. ഓക്കെ, 25 ഫെബ്രുവരി. 25 ഫെബ്രുവരിയിലാണ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുള്ളത്, ദ്യൂമ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ദ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് വർ റനാസ്ക്ഡ് ഓൺ. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴാണ് റനാസ്ക് ചെയ്തിട്ടുള്ളത്, 27-നാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, 27th ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി പെട്രോഗ്രാഡ് ഹാഡ് ലെഡ് എ ഡാഷ് റവല്യൂഷൻ എന്നാണ് തന്നിട്ടുള്ളത്. പെട്രോഗ്രാഡിൽ ഏത് റവല്യൂഷനാണ് ഉണ്ടായിട്ടുള്ളത്, അഗെയിൻ ഫെബ്രുവരി റവല്യൂഷനാണ് എവിടെ ഉണ്ടായിട്ടുള്ളത്, പെട്രോഗ്രാഡിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാസേജ് കംപ്ലീറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് 2 ലൈൻസിൽ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ലാസ്റ്റ് ലൈനിൽ നിന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ പാസേജ് കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇത് ദ്യൂമയുടെ സസ്പെൻഷനും ദെൻ ഈ പറഞ്ഞ പോലെ പെട്രോഗ്രാഡിലുണ്ടായിട്ടുള്ള ഫെബ്രുവരി റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ബേസിക്കലി ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ പാസേജ് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തതിനെക്കുറിച്ചും ദെൻ അത് ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ കാൾ മാർക്സിൻ്റെയും അതുപോലെ തന്നെ ബോൾഷെവിക്സിൻ്റെയും മെൻഷെവിക്സിൻ്റെയും റോൾ എന്താണ്, ലെനിൻ്റെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പാസേജ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു പാസേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം നമുക്ക് ഓപ്ഷൻസും കൂടി ഉണ്ട്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1898-ലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വരുന്നത്. പിന്നീട് 1914 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാ പാർട്ടികളും ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു. അതിന് മുമ്പ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ കാൾ മാർക്സിൻ്റെയൊക്കെ ഐഡിയോളജീസ് ഉൾക്കൊണ്ടുകൊണ്ടാണ്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പാർട്ടി എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ലേറ്റർലി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് എന്ത് ചെയ്തിട്ടുണ്ട്, പെസൻസുമായിട്ട് ഈ പാർട്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാസേജിൽ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലേ. ഇത് ബേസ് ചെയ്തിട്ട് എങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതായിരിക്കും മക്കൾക്ക് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കാനുള്ളത്, വാട്ട് വാസ് ദ ബേസിക് ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റിൻ്റെ ബേസിക് ഐഡിയ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോഷ്യലിസ്റ്റിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ദേ വർ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ദേ വർ സോ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആസ് ദ റൂട്ട് ഓഫ് ഓൾ സോഷ്യൽ ഈൽസ്. ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് എന്ത് വരിക, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്താണ്, എല്ലാ സോഷ്യൽ ഈൽസിനും കാരണം ആര് തന്നെയാണ്, നമ്മൾ ഈ പറയുന്ന
പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നൊക്കെയാണ് സോഷ്യലിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ റഷ്യ ബിഫോർ 1914? 1914 മുമ്പ് റഷ്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, അല്ലെങ്കിൽ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് വെർ ഇല്ലീഗൽ ഇൻ റഷ്യ ആണോ? ദേ വെർ ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഓഫ് ബിഫോർ 1914 ആണോ? സെവറൽ റെസ്ട്രിക്ഷൻസ് വെർ പ്ലേസ്ഡ് ഓൺ ദം ആണോ? ദേ യൂസ്ഡ് ടു വർക്ക് അൺഒഫീഷ്യലി ആണോ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ആൻസർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ തൽക്കാലം അല്ലേ. ബിക്കോസ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലീഗലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വൈ ഡിഡ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഹാവ് ടു ഓപ്പറേറ്റ് ആൻ ഇല്ലീഗൽ ഓർഗനൈസേഷൻ? എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഒരു ഇല്ലീഗൽ ഓപ്പറേഷൻ ഓർഗനൈസ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ റെസ്പെക്റ്റഡ് മാർക്സിസ്റ്റ് ഐഡിയാസ്, ബിക്കോസ് ഓഫ് ഗവൺമെൻറ് പോളിസിങ്, ദേ വെർ നോട്ട് സോ പോപ്പുലർ ഡ്യൂ ടു ലാക്ക് ഓഫ് സിവിൽ ലിബർട്ടീസ്. ഇതിൽ ഏതാണ് ഈ പറയുന്ന പോലെ തന്നെ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയാസ് കാരണമാണ് ഇവർ ഒരു ഇല്ലീഗലായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബിക്കോസ് ഗവൺമെൻറ് പോളിസിങ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനുള്ള റീസൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ, ഓക്കെ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മക്കൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പാസേജ് വായിക്കുക, അതിനുശേഷം ആൻസേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇനി ഞാനൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ലൈവിലൊക്കെ വീണ്ടും കാണാനുണ്ട്, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവിടുത്തെ ലൈവുകളിലും അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.